കൂട്ടുകാരെ, ഇപ്പോൾ എല്ലാവർക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം തിങ്കളാഴ്ച 5ാം ക്ലാസ് കൂട്ടുകാർക്ക് മാത്സിൻ്റെ എക്സാമാണ്. അപ്പം മാത്സിൻ്റെ കുറച്ച് ഒരു ചോദ്യത്തിന് എളുപ്പമായിട്ട് എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഹരിക്കേണ്ട ഒരു കേസാണ്. അപ്പം ഇതെന്താ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, write another division operation to get the same answer of 16 divided by 4. 16 ഹരിക്കണം 4ൻ്റെ അതേ ഉത്തരം കിട്ടുന്ന മറ്റൊരു ഹരണക്രിയ എഴുതുക. അതായത് നമുക്കിപ്പം നമുക്ക് 16 divided by 4 എന്നതിൻ്റെ സെയിം ഒരു ഉത്തരമാണ് 4 അല്ലേ? ഉത്തരം 4 ആണ്. അപ്പം അതേ ഉത്തരം കിട്ടുന്ന മറ്റൊരു ഹരണക്രിയ എഴുതാനാണ് പറയുന്നത്. അതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം അല്ലേ? 40 divided by 10 is equal to 4. ശരിയല്ലേ? ഇപ്പം 4 into 10 40 അല്ലേ? ഇതിൻ്റെ എത്ര 4 അല്ലേ? 4 into 4 is equal to 16. അതേപോലെ നമുക്ക് ചെയ്യാം അല്ലേ? ഇപ്പോൾ 40 divided by 4. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടി കണ്ടെത്തണം. നിങ്ങൾക്ക് ഉത്തരം തീരെ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇത് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഫസ്റ്റത്തെ നമ്പർ 40, അത് നമുക്ക് ഉത്തരം കിട്ടേണ്ട എത്രയാണ്? 4. ആ 4 ഈ 40യിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? യെസ്, 36 ഡിവൈഡഡ് ബൈ ഈ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് നമ്മൾ 1 മൈനസ് ആക്കുക. അപ്പോൾ എത്ര വരും? 9. 36 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 4. ശരിയല്ലേ? പിന്നെ കൂടെ 36ൻ്റെ അപ്പുറം 4 മൈനസ് ചെയ്താലോ? യെസ്, 32 ഡിവൈഡഡ് ബൈ 9 1 മൈനസ് ആക്കിയാലോ? 8. 32 ഡിവൈഡ് ബൈ 8 എത്ര? 4. സെയിം. ഇനിയിപ്പം നമുക്ക് അടുത്തത് 32 4 മൈനസ് ആക്കിയാൽ നമുക്ക് കിട്ടുന്നത് 28 ഡിവൈഡഡ് ബൈ 8 1 മൈനസ് ആക്കിയാൽ 7 അല്ലേ? അപ്പം 28 ഡിവൈഡഡ് ബൈ 7 എത്ര? യെസ്, 4 അല്ലേ? അതേപോലെ തന്നെ 28 4 മൈനസ് ആക്കിയ 24 ഡിവൈഡ് ബൈ 7 1 മൈനസ് ആക്കിയ 6 ഈസ് ഈക്വൽ ടു 4. അതേപോലെയോ? പിന്നെയോ 20 ഡിവൈഡഡ് ബൈ 5 എന്താണ്? 4. പിന്നെ എന്താണുള്ളത്? അതേപോലെ ഇപ്പം 20 നമ്മൾ 4 മൈനസ് ആക്കിയാൽ 16. ഇനി 5 1 മൈനസ് ആക്കിയാലോ?